നല്ല നെയ്യിൻ്റെ മണവും ക്യാരറ്റിൻ്റെ മണം നല്ല അടിപൊളിയായിട്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിനും അശ്വതിയൊക്കെ നമ്മുടെ വീഡിയോ എത്തിയിട്ടുണ്ട്. അവർ വീട്ടിലൊക്കെ പോയി നിന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്തുണ്ടാക്കാൻ പോണേ? ക്യാരറ്റ് ഹൽവയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാം റെഡി അല്ലേ? അടുക്കളയിൽ അതിന്റെ ഐറ്റംസ് എല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ നമ്മൾ കിച്ചണിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഹൽവയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ഇവിടെ നല്ല തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ കാഷ്യൂനട്ട്, പഞ്ചസാര, പിന്നെ ആവശ്യത്തിനുള്ള മിൽക്ക്, പിന്നെ നെയ്യ്, എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. അങ്ങനെ നമ്മുടെ പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് നെയ്യിലേക്ക് വീഴുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നെയ്യിൻ്റെയൊക്കെ സ്മെല്ല് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നെയ്ക്കകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് നന്നായിട്ട് ആ ക്യാരറ്റിൽ പഞ്ചസാര മിക്സ് ആവണം കേട്ടോ. ആ തീ കിടന്ന് ഉരുകി മിക്സായിട്ട് എടുക്കണം. നമുക്ക് എന്തായാലും നല്ല രീതിയിൽ മിക്സ് ആക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. പഞ്ചസാര അപ്പം അങ്ങനെ ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. അതിന് ആവശ്യമായ പാലൊഴിക്കാം. ആവശ്യത്തിനുള്ള പാലൊഴിച്ച് കൊടുക്കുകയാണ്. അത് നമ്മൾ എത്ര എടുത്തിട്ട് 1/2 ലിറ്ററോ? 1/2 ലിറ്റർ എടുത്തിട്ടുണ്ടോ? 1/2 ലിറ്റർ ഉണ്ട്, പക്ഷെ 1/2 ലിറ്റർ ഞാൻ ഒഴിക്കുന്നില്ല. 1/2 ലിറ്റർ പാല് നമ്മൾ ഒഴിക്കുന്നില്ല, ആവശ്യത്തിനായിട്ടുള്ളത്. നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. ആ ക്യാരറ്റിൻ്റെയും പാലിൻ്റെയും നെയ്യിൻ്റെയും ഒക്കെ കളറായിട്ട് ഒരു മഞ്ഞ കളർ പോലെ വന്നിട്ടുണ്ട്. ഈ പാല് നന്നായിട്ട് വറ്റി വരണം. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നമ്മളങ്ങനെ പാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്താ പാല്? എന്താ ചെയ്യേണ്ടത്? പാല് വറ്റി വരണം നന്നായിട്ട്. പാല് നന്നായിട്ട് വറ്റി വരുന്ന വരെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇപ്പൊ പാലൊക്കെ വറ്റി ഇതേമാതിരി പരുവത്തിലായിട്ടുണ്ട്. ഏകദേശം ഒരു കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഈ കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തേക്കാണ്. ഇത് നമ്മുടെ ആവശ്യത്തിനുള്ളതാണ് കേട്ടോ. ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഹൽവ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ അതായത് ഉണ്ടോ, നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ചെറിയ സ്നാക്സ് ആണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഉണ്ടാക്കണം കണ്ടപ്പോൾ നമ്മുടെ അലുവയൊക്കെ പോലെ ആ ഒരു സെറ്റപ്പാണ് വിചാരിച്ചോണ്ടിരുന്നത്. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായ അതും ഇതും രണ്ടാണ്. എന്തായാലും നമ്മൾ ആ ചെറിയ രീതിയിൽ കാഷ്യൂനട്ടൊക്കെ ഇട്ട് നല്ല ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നെയ്യിൻ്റെ മണവും ക്യാരറ്റിൻ്റെ മണം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഫൈനൽ റിസൾട്ട് പറയാം. എടുത്തിട്ടുണ്ട് കണ്ടോ. സംഭവം കൊള്ളാട്ടോ. കാരണം നമ്മള് ഫസ്റ്റ് ടൈം അത് വീട്ടിലുണ്ടാക്കുന്നത്. പൊതുവെ എനിക്ക് ക്യാരറ്റ് അത്ര താല്പര്യമില്ല, പക്ഷെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ്യിൻ്റെയും കാഷ്യൂനട്ടും ആ പാലിൻ്റെ മിക്സൊക്കെ വന്ന് അത്യാവശ്യം നല്ല മധുരവും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് അമ്മേനെ കൊണ്ടും അശ്വതിനെ കൊണ്ടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യിക്കാം. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ബാക്കിയുള്ള അഭിപ്രായങ്ങൾ പറയാം. അമ്മ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഉറക്കത്തിന് ചാടി എഴുന്നേറ്റ് വന്നിരിക്കുക അതിന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭക്ഷണകാര്യം പറഞ്ഞാൽ പെട്ടെന്ന് വരും ക്യാമറ മുമ്പിലോട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അമ്മേനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളെ കുഞ്ഞപ്പനുണ്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്? നല്ലതാണോ? അമ്മയുടെ കൊടുക്കുന്ന അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആധികാരികമായി ഇതിനെ കുറിച്ച് പറയുന്നതായിരിക്കും.
അതിനുണ്ട് സംഭവം വലിയ മോശമൊന്നും പറയല്ല. അതെ അശ്വതി കേട്ടോ കാര്യം മറന്നുപോയി. അശ്വതിനെ എടുത്ത് കൊടുക്കാം. അതിനുണ്ട് സ്വന്തം ഉണ്ടാക്കിയിട്ടുള്ള അഭിപ്രായം. വലിയ മോശമായിട്ടൊന്നും പറയാനൊന്നുമില്ല. കാരണം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. നമുക്ക് പലപ്പോഴും വീടുകളിൽ ഉണ്ടാക്കി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ടുള്ളവർ തീർച്ചയായിട്ടും വീഡിയോക്ക് നേരെ കമന്റ് ചെയ്യുക. ഉണ്ടാക്കാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് വീട്ടിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ചെറിയൊരു സ്നാക്സ് ആണ് ക്യാരറ്റ് ഹൽവ. എന്തായാലും നല്ല പ്രത്യേകത ഒരു ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ കാണാൻ വളരെയും ബൈ.